ഹലോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാനും ഹസ്ബൻഡും കുഞ്ഞുങ്ങളും കൂടി ഒരു കല്യാണത്തിന് പോവുകയാണ്. അപ്പോൾ കല്യാണത്തിന് പോകുന്നതിനുള്ള ഒരു വണ്ടിയിൽ നിന്നുള്ള ഒരു പ്രഹസനമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അറിയുന്ന ഫാമിലിയൊക്കെ ആയിട്ട് അറിയുന്ന ഒരാളുടെ മകളുടെ കല്യാണമാണ്. അപ്പോൾ എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല, പക്ഷേ ഹസ്ബൻഡിനും വീട്ടുകാർക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ അവർ വിളിച്ചപ്പോൾ സൺഡേ അല്ലേ, വർക്കൊന്നും ഇല്ലല്ലോ, അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ അങ്ങനെ പോയതാണേ. പോയത് എന്തായാലും അടിപൊളിയായി. നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ പോവുക, കുട്ടികളായിട്ട് ഒരുമിച്ചൊരു യാത്രയൊക്കെ രസമാണല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അച്ചുവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. അപ്പോൾ ആദ്യം തന്നെ അവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ ഉള്ളിലോട്ട് പോയത്. വത്തക്ക ജ്യൂസും അതുപോലെ തന്നെ ക്യാരറ്റ് ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസും പലതരത്തിലുള്ള ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അവരുടെ അടുത്ത് നിന്ന് മേടിച്ചിട്ട് ടേസ്റ്റ് വെക്കുകയാണ്, കാരണം ഓരോ ഗ്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നേരത്താണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു 11:30 കഴിഞ്ഞ് 12 മണി ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, നല്ല സദ്യയായിരുന്നു ഫുഡൊക്കെ. അപ്പോൾ പിന്നെ അത് കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് നല്ല ഇളം വായലയൊക്കെ ഉണ്ടായിരുന്നു, അതിൽ ഒരുപാട് ഐറ്റംസ് കറികളും, കാരണം സദ്യയിലുള്ള എല്ലാം ഉണ്ടായിരുന്നു. വലിയ പപ്പടും അവിയലും ഓലനും കാളനും പച്ചടി കിച്ചടി സാമ്പാർ മോര് രസം പരിപ്പ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. കൂട്ടുകറി, 2 ഐറ്റം പായസം, അടം, അതുപോലെ തന്നെ നമ്മുടെ ശർക്കര പരിപ്പ് പായസം. ഇതാണ് ചെക്കനും പെണ്ണും കണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ കൂടെ ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വെളിഞ്ച് ചെക്കൻ്റെ ഒരു ഫോട്ടോ എടുത്തു. അപ്പോൾ ഇതാണ്. അപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇവിടെ പരിചയമുള്ള ആളുകളൊക്കെ ആയിട്ട് ഹസ്ബൻഡ് സംസാരിക്കുന്നതിനിടയിൽ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് കളിച്ചു. മക്കൾ അവിടുന്ന് 2 ഫ്ലവർ നിൽക്കുന്നത് കണ്ടപ്പോൾ അത് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ കുട്ടികളും എടുക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അവരും എടുത്തിട്ടുണ്ടായിരുന്നു. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറി അത് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുന്നൊക്കെ എന്നോട് പറയായിരുന്നു മോള്. അപ്പോൾ അതൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇറങ്ങാനായി. എല്ലാവരും സംസാരിച്ച് അങ്ങനെ ഞങ്ങളങ്ങനെ വല്ല മൂവായി ഉണ്ടല്ലോ. ഞങ്ങൾ വണ്ടിയിലോട്ട് പോവുകയാണ്. ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞാറുണ്ട്. അപ്പോൾ വഴിയോരത്ത് ഇങ്ങനെ ഒരു ഊഞ്ഞാൽ കണ്ടപ്പോൾ മക്കൾക്ക് അത് ആവശ്യമുണ്ട് പറഞ്ഞു. ഇവർ പിന്നെ എന്ത് മക്കൾ ആവശ്യപ്പെട്ടാലും അപ്പം തന്നെ അങ്ങോട്ട് വാങ്ങിക്കൊടുക്കും. എന്നെ പോലെയല്ല, രണ്ടാമതൊന്നും ആലോചിക്കില്ല. അപ്പോൾ 2 പേർക്കും ഓരോന്ന്. ഞങ്ങൾ പിന്നെ എന്ത് വാങ്ങിക്കുകയാണെങ്കിലും ഒരു ചെറിയൊരു മുട്ടുസൂചി വാങ്ങിക്കുകയാണെങ്കിലും 2 പേർക്ക് കൂടി വാങ്ങിക്കുള്ളൂ. ഇരട്ട പിള്ളേരെ പോലെയാണ് ഇവർ. എന്തും ആയിക്കോട്ടെ 2 എണ്ണം ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഒരു കാറ് വാങ്ങിക്കുകയാണെങ്കിലും 2 പേർക്കും വാങ്ങിക്കും. ഇവള് പെണ്ണല്ലേ എന്ന് വിചാരിക്കാറില്ല. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടിയിലിരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ കാണുന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു ഇതാണ്. അങ്ങനെ വണ്ടിയിൽ നിന്ന് പിന്നെ മിഠായിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെന്താ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ജിലേബിയൊക്കെ വാങ്ങിയിട്ടാ. അപ്പോൾ വീണ്ടും ഞങ്ങൾ ജിലേബി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചൂടോടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കൊല്ലം കൂടി എന്താ പറയുക, പഞ്ചസാരയുടെ അതുപോലെ തന്നെ ശർക്കരയുടെ മേടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് ഇങ്ങനെ യാത്രയാവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ലവ് യു ഓൾ, ബൈ.